ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഈദിന് വേണ്ടിയിട്ടുള്ള 2 സ്വീറ്റ്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, അതായത് ഒരു 3 ഇൻഗ്രീഡിയൻസ് മാത്രം ഉണ്ടായാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമുക്ക് ബേക്ക് ചെയ്യൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/2 കപ്പ് തേങ്ങയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് റെഡിമെയ്ഡ് വാങ്ങിയാലും മതി, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താലും മതി. പിന്നെ അതിലോട്ട് ഞാനൊരു ഈ ഒരു സ്പൂണിൽ 2 സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു ബോൾ ഷേപ്പിലാണ് ഈ സ്വീറ്റ്സ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് മിൽക്ക് മെയ്ഡ് ആവശ്യത്തിന് ഒഴിച്ചാൽ മതി, ഒരുപാട് കൂടി പോകാൻ വേണ്ട, എന്നാൽ ഒട്ടും കുറയുകയും വേണ്ട. നമുക്ക് ഒരു ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇത് ഓരോന്നും ഓരോ ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ കൈ ഉപയോഗിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൽ നിന്ന് ഓരോ ചെറിയ പോർഷൻസ് എടുത്തിട്ട് നമുക്ക് ബോൾസാക്കി മാറ്റിയെടുക്കാം. ഇതിപ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങ കൊണ്ട് ഞാൻ ഒരു 8 ബോൾസാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അളവൊക്കെ കൂട്ടിയിട്ടെടുത്താൽ മതിയാവും. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ബോൾസൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. ഒരുപാട് വലുതായി പോവണ്ട, ഈ ഒരു വലിപ്പത്തിൽ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ 4 ബോൾസ് ഞാൻ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ബാക്കി 4 കൂടെ നമുക്ക് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ കാഷ്യൂ നട്ട് ഉള്ളിൽ വെച്ചിട്ടാണ് ബാക്കി 4 ഞാനിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ കാഷ്യൂ നട്ട് ഉള്ളിൽ വെച്ചതിന് ശേഷം നമുക്ക് കവർ ചെയ്തെടുത്തിട്ട് നല്ലപോലെ ബോൾസാക്കി എടുക്കാം. ഈ കാഷ്യൂ നട്ട്സ് പകുതിയാക്കി എടുത്താലും കുഴപ്പമില്ല. പിന്നെ ഇതിന് പകരം നമുക്ക് ബദാമോ അല്ലെങ്കിൽ ഹസൽനട്ട് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം, നമുക്ക് സെൻറ്ററിൽ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കി 3 റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കാഷ്യൂ നട്ട് കൊണ്ട് കവർ ചെയ്ത ബോൾസ് എടുത്തിട്ട് നമുക്ക് കുറച്ച് തേങ്ങയുടെ പൊടിയിൽ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് തേങ്ങാപ്പൊടി എടുത്തതിന് ശേഷം അതിൽ നല്ലതുപോലെ ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ ടൈപ്പ് സ്വീറ്റ് നമ്മൾ ഈ ഒരു രീതിയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ നമുക്ക് അടുത്ത ബോൾസ് എടുക്കാം. അടുത്ത ബോൾസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കുറച്ച് ചോക്ലേറ്റ് സിറപ്പിൽ ഡിപ്പ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ന്യൂട്ടെല്ലയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ചോക്ലേറ്റ് സിറപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് മെൽറ്റ് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ മതി. ഗാലക്സി പോലുള്ള ചോക്ലേറ്റ്സ് മെൽറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാനിവിടെ ന്യൂട്ടെല്ലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ന്യൂട്ടെല്ലയിൽ ഈ ഓരോ ബോൾസും ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഓരോന്നും ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് പതുക്കെ ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒരു പ്ലേറ്റിൽ നമുക്ക് ഇത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം, ഇതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേണം നമുക്ക് സെർവ് ചെയ്യാൻ. അപ്പോൾ ഇത് ഓരോന്നും ഞാൻ ഈ ന്യൂട്ടെല്ലയുടെ ക്രീമിൽ ഡിപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം നമുക്കൊരു ബട്ടർ പേപ്പറിൽ ഇത് വെച്ചതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് എല്ലാം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം തണുപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ തണുപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്തതാണ്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അളവ് കൂട്ടിയിട്ട് എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതിയാവും. അപ്പോൾ ഇത് നോക്കുക, ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. ചോക്ലേറ്റ് മിൽക്ക് മെയ്ഡൊക്കെ കൊണ്ട് ഉണ്ടാക്കുന്നത് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.